സുജിത് ദാസിന് ആശ്വാസം. ബലാത്സംഗ പരാതിയിൽ മലപ്പുറം മുൻ എസ് പി സുജിത് ദാസ് ഉൾപ്പെടെ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ്. ബലാത്സംഗ കേസ് എടുക്കുന്നതിന് മുൻപ് പോലീസ് റിപ്പോർട്ട് പരിഗണിക്കണമോ എന്ന് മജിസ്ട്രേറ്റ് കോടതിക്ക് തീരുമാനിക്കാം. ഇത് സംബന്ധിച്ച കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തു. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബാലു, ഒരു കേസിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തി മറ്റൊരു വീട്ടിലേക്ക് കൊണ്ടുപോയി ഉപദ്രവിച്ചു എന്നുള്ളതാണ് ഈ സ്ത്രീയുടെ പരാതി. അതുമായി ബന്ധപ്പെട്ട നിയമയുദ്ധം സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ എത്രത്തോളം അനുകൂലമായ തീരുമാനമാണ് സുജിത് ദാസിന് ലഭിക്കുന്നത്? മാധു, ഈ പൊന്നാനി സ്വദേശിയായ യുവതിയാണ് ഈ മലപ്പുറം മുൻ എസ് പി ആയിരുന്ന സുജിത് ദാസ്, അതുപോലെ തന്നെ തിരൂർ മുൻ ഡിവൈഎസ്പി വി വി ബെന്നി, പൊന്നാനി മുൻ CA വിനോദ് എന്നിവർക്കെതിരെ പരാതി നൽകിയിരുന്നത്. ഈ പരാതി ഈ പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിക്കായിരുന്നു നൽകിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നത് ഇവരുടെ ഈ വാദമോ അതല്ല പോലീസ് റിപ്പോർട്ടോ പരിഗണിക്കാതെ ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ പിന്നീട് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ആ നിർദ്ദേശം, അതായത് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് അക്കാലത്ത് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന നിതിൻ ജാംദാർ പറഞ്ഞിരുന്നത് ഈ പോലീസ് റിപ്പോർട്ട് പരിഗണിച്ചതിന് ശേഷം മാത്രമേ ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. സുപ്രീം കോടതി ഫലത്തിൽ ഈ കേരള ഹൈക്കോടതിയുടെ ഈ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ശരിവയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് BNSSന്റെ 175(4) വകുപ്പ് പ്രകാരം ഈ മജിസ്ട്രേറ്റിന് കേസ് എടുക്കുന്നതിന് മുമ്പ് ഈ കേസെടുക്കാൻ നിർദ്ദേശിക്കുന്നതിന് മുമ്പ് ആരോപണ വിധേയരായ പോലീസുകാരുടെ ഭാഗവും പോലീസ് റിപ്പോർട്ടും പരിഗണിക്കണമെന്നാണ് BNSSന്റെ 175(4) വകുപ്പ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന. ഫലത്തിൽ പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിക്ക് പോലീസ് റിപ്പോർട്ട് പരിഗണിച്ചതിന് ശേഷമായിരിക്കും ഇവർക്കെതിരെ കേസ് എടുക്കണമോ എന്നതിൽ ഇനിയൊരു തീരുമാനം എടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. അത്തരമൊരു നിർദ്ദേശമാണ് മജിസ്ട്രേറ്റ് കോടതിക്ക് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. അതായത് മാൻഡേറ്ററി അല്ല, പക്ഷേ മജിസ്ട്രേറ്റ് കോടതിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമെങ്കിൽ ആ റിപ്പോർട്ട് പരിഗണിക്കാമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നേരത്തെ ഈ 3 പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ ആയ ഈ പരാതിയിൽ, ബലാത്സംഗ പരാതിയിൽ പോലീസ് റിപ്പോർട്ട് ഈ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായിരുന്നു. എന്നാൽ കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പറഞ്ഞിരുന്നത് ആ റിപ്പോർട്ടൊന്നും പരിഗണിക്കേണ്ടതില്ല, നേരിട്ട് കേസ് എടുത്ത് അന്വേഷണം നടത്തുവാനായിരുന്നു പറഞ്ഞിരുന്നത്. സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഉത്തരവ് ഫലത്തിൽ ഈ 3 ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. കാരണം ഇനി മജിസ്ട്രേറ്റ് കോടതിയെ സംബന്ധിച്ച് ഈ റിപ്പോർട്ട് കൂടി ആവശ്യമെങ്കിൽ പരിഗണിക്കാം. എന്നിട്ട് മാത്രമേ ഈ ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്യണമോ വേണ്ടോ എന്നതിൽ ഒരു അന്തിമ തീരുമാനം എടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. വലിയൊരു നിയമയുദ്ധമാണ് മാധു പറഞ്ഞതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നടന്നിരുന്നത്. ഈ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായൊരു നിലപാടായിരുന്നു സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയിൽ സ്വീകരിച്ചിരുന്നത്. സുപ്രീം കോടതിയും സംസ്ഥാന സർക്കാരും പറഞ്ഞിരുന്നത് BNSSന്റെ 175(4) വകുപ്പ് കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. അതല്ല എങ്കിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ വ്യാജ പരാതികൾ മറ്റും ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഈ കേസുകളൊക്കെ എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായേക്കാമെന്ന ഒരു അഭിപ്രായമൊക്കെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഈ കേസ് പരിഗണിച്ചിരുന്നത് ജസ്റ്റിസുമാരെ ദിബാങ്കർ ദത്തയും ജസ്റ്റിസ് ഈ മൻമോഹനും അടങ്ങുന്ന ബെഞ്ചായിരുന്നു. അന്നും ഈ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ ചില പരാമർശങ്ങൾ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഈ ഉത്തരവ് ഈ മലപ്പുറം മുൻ SP ആയ സുജിത് ദാസിനും അതുപോലെ തന്നെ മുൻ ഡിവൈഎസ്പി വി വി ബെന്നിക്കും ഉൾപ്പെടെ ഉള്ള 3 ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും വലിയ ആശ്വാസകരമാകുന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ബി ബാലഗോപാലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. സുജിത് ദാസ് അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് വളരെ ആശ്വാസകരമാകുന്ന ഉത്തരവാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ബലാത്സംഗ പരാതിയിൽ മലപ്പുറം മുൻ SP സുജിത് ദാസ് ഉൾപ്പെടെ 3 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ ഉത്തരവുണ്ടായിരിക്കുന്നത്.